Jazakallah khair, sir. Now, we are pleased to introduce PMA Ghafoor, a distinguished author and speaker. Ghafoor sir began his writing journey during his school years and has since authored 14 books and numerous columns on literature, history, and self-help. Born in the village of Pungod in Malappuram district in the year of 1882, he has pursued advanced studies in language, literature, social science, and journalism. Honorable Ghafoor sir has delivered lectures in 14 countries and over 100 campuses, inspiring students and general public alike with his insightful and motivational talk. Sir, I request you to come forward and inaugurate our ceremony. അസ്സലാമു അലൈക്കും. ഹിറ ഒരു ഗുഹയുടെ പേരാണ്. ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയുടെ പേരിനെ വെളിച്ചം വിതറുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാക്കി മാറ്റി എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതാണ് ഈ കാണുന്നത്. ഓലമേഞ്ഞുള്ളൊരു കൂരയ്ക്കകത്തിരുന്ന് ഓർത്തു പഠിക്കയാണ് ഇസ്ലാമിൻ കുരുന്നുകൾ. പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു നാം. ONVയുടെ പഴയ ഒരു കവിതയാണ് മദ്രസകളെ കുറിച്ച്. ഓലമേഞ്ഞുള്ളൊരു കൂരയ്ക്കകത്തിരുന്ന് ഓത്ത് പഠിക്കയാണ് ഇസ്ലാമിൻ കുരുന്നുകൾ. പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു നാം. മദ്രസയുടെ മുന്നിലൂടെ പോകുമ്പോൾ ONVയുടെ മനസ്സിൽ വിരിഞ്ഞ കവിതയാണ്. എന്താണ് ആ സംസ്കൃതി? ആ സംസ്കൃതിക്ക് പറയാവുന്ന ഒറ്റ വാക്ക് ഇങ്ങനെയാണ്: ജീവിക്കുക എന്നുള്ളത് ജന്മം കിട്ടിയ എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. പക്ഷെ അപൂർവം മനുഷ്യർ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അർത്ഥപൂർണമായി ജീവിക്കും. എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. മീനിങ് ഫുള്ളായി എക്സിസ്റ്റ് ചെയ്യാൻ മനുഷ്യരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് ആ സംസ്കൃതി. ഒരാളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പോഴാണ് പ്രായമേറെയുള്ള ഒരു വല്യമ്മ വിറക് ചുമടേറ്റിയിട്ട് നടന്നു പോകുന്ന കണ്ടത്. ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മയുടെ വിറക് എൻ്റെ തലയിലേക്ക് വെച്ചോളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഉമ്മാക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? അങ്ങനെ ഉമ്മ മുന്നിലും അയാൾ പിറകിലുമായിട്ട് അവരൊരുപാട് നടന്നു. കുറേ ദൂരം നടന്നൊരു ചെറിയ പുര, ചെറിയ വീട്, മലഞ്ചെരുവിലെ ഒരു കുഞ്ഞു കുടിൽ. അതിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഉമ്മ പറയാ, മോനെ ഇതാണ് എൻ്റെ വീട്, വിറക് ഇവിടേക്ക് വെച്ചോളൂ. അയാൾ വിറക് ഇങ്ങനെ താഴെ വെച്ചപ്പോൾ ഉമ്മ അയാളോട് പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമായി, നീ നല്ല കുട്ടിയാ. നിന്നെപ്പോലെയുള്ള നല്ല കുട്ടികളെ കേടുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അവൻ്റെ കൂടെ മോൻ ഒരിക്കലും പോകരുത്, അയാളെ കാണാനേ പോകരുത്, കാരണം അയാൾ മോനെ കേടുവരുത്തും. അപ്പം ഇയാൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ കണ്ടിട്ടില്ല മുഹമ്മദിനെ? ഇല്ല മോനെ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കവനെ കാണുകയും വേണ്ട. ആണോ? ഉമ്മയുടെ മുന്നിൽ നിൽക്കുന്ന ഈ ആളാണ് ആ മുഹമ്മദ് എന്ന് പറയും. അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെക്കുറിച്ച് ഇനി ആ ഉമ്മയ്ക്കൊന്നും പ്രസംഗിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സുതരാം വ്യക്തമായി, അങ്ങേയറ്റം ലളിതമായി ഒരു ജീവിത സന്ദേശത്തെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇതാണ് ആ സംസ്കൃതി. എനിക്കെൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫ്യുവലാണ്, ഒരു ഇന്ധനമാണ്. ആ ഇന്ധനം ജീവിക്കാനുള്ള ഇന്ധനമല്ല, അർത്ഥപൂർണമായി ജീവിക്കാനുള്ള ഇന്ധനമാണ്. എക്സിസ്റ്റ് ചെയ്യാനുള്ള ഇന്ധനമല്ല,
മീനിങ് ഫുള്ളായി എക്സിസ്റ്റ് ചെയ്യാനുള്ള ഇന്ധനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന മുഴുവൻ സമസ്യകളോടും അനുഭവങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾക്കുള്ള ഇന്ധനമാണ്. ചെറിയൊരു സ്കൂളിൽ സ്പോർട്സ് മത്സരം നടക്കുക. അപ്പോൾ ചെറിയ മോനുണ്ട്, ഇങ്ങനെ ഓട്ട മത്സരം തുടങ്ങാൻ നേരത്ത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പ്രാർത്ഥന, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്സരം കഴിഞ്ഞു, പക്ഷേ അവൻ തോറ്റു നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ടീച്ചർ ഇങ്ങനെ വന്നിട്ട് അവനോട് പറഞ്ഞു, മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരമില്ല കേട്ടോ, നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാമെന്നൊക്കെ ടീച്ചർ അവനെ ഇങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ, ആ കുട്ടി ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ പറഞ്ഞു, ടീച്ചറെ, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നില്ലല്ലോ, കഴിഞ്ഞ 2 മത്സരത്തിലും ഞാൻ തോറ്റ് കരഞ്ഞുപോയി, എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ വെച്ച് കരഞ്ഞു. ഇനി എന്നെ കരയിപ്പിക്കല്ലേ എന്നാണ് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചത്. എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ജയിക്കാനുള്ള ഒരു ഇന്ധനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ജയിക്കാനുള്ള ഇന്ധനം മാത്രമല്ല, ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും ജയിക്കാനുള്ള ഇന്ധനം മാത്രമല്ല, ഈ ലോകത്ത് തോൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനം കൂടിയാണത്. തെറ്റുകളിൽ നിന്ന് അകലുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നിയോഗം. തെറ്റുകളോട് അകലുകയും തെറ്റുകളോട് സമരം ചെയ്യുകയും ചെയ്യാന്നുള്ള ഒരു നിയോഗം കൂടി നമ്മുടേതായിട്ടുണ്ട്. നിങ്ങളെ ആവശ്യമുള്ളിടത്ത് നിങ്ങളുണ്ടാവണം. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വായിച്ച ആ ഗ്രന്ഥം പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ്. നമ്മളെ ആവശ്യമുള്ളിടത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ തീരെ വയ്യാതെ കിടക്കുക, ഒരച്ഛൻ. ആ അച്ഛനെ ശുശ്രൂഷിക്കുന്ന ഒരു നഴ്സുണ്ട്. നഴ്സ് രാത്രിയായപ്പോൾ മാറി വേറെ നഴ്സ് വന്ന്, ഈ പുതിയതായിട്ട് ചാർജ് എടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ തോന്നി ഇയാൾക്ക് തീരെ വയ്യ. അയാളിങ്ങനെ മരണത്തോട് അടുത്ത് നിൽക്കുന്നത് പോലെ. അപ്പം നഴ്സ് അയാളുടെ ചെവിയിൽ ചോദിച്ചു, അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, അച്ഛന് തീരെ വയ്യ, മകനെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നഴ്സ് ഓടിപ്പോയിട്ട് ആ മകനെ വിളിച്ചു വന്നു. മകൻ ഓടി വന്നു, മകനോട് പറഞ്ഞു, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണേ. അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതിനിടയിൽ ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. ഡോക്ടർമാരും എല്ലാവരും ഓടി വന്നു. എല്ലാവരും ഇങ്ങനെ ആ അച്ഛൻ്റെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ആ മകനില്ലേ, അയാളിങ്ങനെ പുറത്തേക്ക് പോകുന്നതിനിടയിൽ ആ മകൻ നഴ്സിനോടൊരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സ് ഇങ്ങനെ അമ്പരന്ന് നിന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, ഇതാരാണ്? നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണ്. പിന്നെന്തിനാണ് നിങ്ങൾ ഓടി വന്നത്? ഞാൻ വിളിച്ചപ്പോൾ എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഓടി വന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. Thank you for spending time with us despite your busy schedule, sir.